അപ്പം അച്ഛനും അമ്മേനെയൊക്കെ കണ്ടിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടാവും അല്ലേ? അച്ഛനും അമ്മയൊക്കെ വരാറുണ്ട് കേട്ടോ. ആഴ്ചയിൽ എങ്ങനെ പോയാലും ഒരു ദിവസം അവർ വരും. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാനൊക്കെ വിട്ടു പോകുന്നത് കേട്ടോ. അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ അവർ പോകുമ്പോഴാണ് ഞാൻ ആലോചിക്കുക, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ അവർ കുറച്ച് നെറ്റിപ്പടത്തിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ട് തരാൻ വേണ്ടി അതൊക്കെ മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് സാധനങ്ങളൊക്കെ എടുക്കാറ്. പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ അവർ വരുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങൾ പോകുമ്പോഴൊക്കെ ആയിട്ട് ഇഞ്ഞാലക്കൂടെ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോൾ കർക്കിടക മാസം തുടങ്ങിയപ്പോൾ മുതൽ അമ്മേൻ്റെ അടുത്ത് പറയുന്നത് എന്തെങ്കിലും മരുന്നുകൾ വാങ്ങി കഴിക്കുക. നമ്മൾ പ്രസവത്തിന് ചെയ്യുന്ന ഒരു രക്ഷ മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് നമ്മളാരും അല്ല ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഞാനൊന്നും ചെയ്യാറില്ല കേട്ടോ രക്ഷയായിട്ടൊന്നും. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ നമ്മൾ പ്രസവം കഴിഞ്ഞ് എടുക്കുമ്പോൾ കഴിക്കുന്ന മരുന്നുകളിൽ ഏറ്റവും ഇഷ്ടം പൂക്കുല ലേഹ്യമാണ് കേട്ടോ. ഞങ്ങൾ അത് വാങ്ങാറല്ല പതിവ്. പൂക്കുല തെങ്ങിന്ന് ആരെങ്കിലും കൊണ്ട് പറഞ്ഞ് മുറിപ്പിച്ചിട്ട് അത് പൂക്കുല ലേഹ്യമൊക്കെ ആക്കി തരാറാണ് പതിവ്. അതിൽ ഞാൻ മരുന്ന് ഇടാൻ സമ്മതിക്കാറില്ല കേട്ടോ. ആ പൂക്കുല തന്നെ നമ്മളിങ്ങനെ വരട്ടിയിട്ടേ അത് കഴിക്കുന്നത് നല്ല ടേസ്റ്റായാലും മരുന്നില്ലാണ്ട് കഴിക്കുന്നത്. ചെറുപ്പത്തിലൊക്കെ വീട്ടിലൊക്കെ ഇത് ഉണ്ടാക്കുമ്പോഴേ ഞങ്ങളൊക്കെ ആരും കാണാതെയൊക്കെ പോയി എടുത്തൊക്കെ കഴിക്കാറുണ്ട്. പക്ഷെ അന്നൊക്കെ ഒരു പറയട്ടെ അത് കഴിക്കാൻ പാടില്ല, ചെറിയ കുട്ടികൾ കഴിച്ച് കഴിഞ്ഞാൽ തണ്ടലുറയ്ക്കും, അത് തന്നെ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തരാറില്ല കേട്ടോ. പക്ഷേ പ്രസവം കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് ആദ്യമായിട്ട് കിട്ടുന്നത്. പക്ഷെ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കിങ്ങനെയുള്ള മരുന്നുകളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം പൂക്കുല ലേഹ്യം തന്നെയാണ്. അത് വാങ്ങുന്നതല്ല കേട്ടോ. വാങ്ങുന്നതിൽ നമ്മൾ വേറെ മരുന്നുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പോകും. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൂക്കുല മുറിപ്പിച്ച് ഇങ്ങനെ വരട്ടിയെടുക്കുന്നത് നല്ല രസമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അമ്മ എൻ്റെ അടുത്ത് ഇത്രയും നിർബന്ധിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ ഞാൻ വേറെ മരുന്നൊന്നും കഴിക്കില്ല, അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ അമ്മ കുറച്ച് പൂക്കുല ലേഹ്യം ഉണ്ടാക്കി കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനത് പറഞ്ഞതല്ലേ, അപ്പോൾ പിന്നെ അത് ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അമ്മ അടുത്തുള്ളൊരു ചേട്ടനെയൊക്കെ വിളിച്ച് തെങ്ങിലൊക്കെ കയറ്റിച്ച് പൂക്കിലേക്ക് മുറിപ്പിച്ച് അച്ഛനും അമ്മയും കൂടെ പൂക്കുല ലേഹ്യമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയാം, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിച്ചോളൂ കേട്ടോ, നമ്മൾ വേഗം കേടാവും തേങ്ങാപ്പാലിലൊക്കെ അങ്ങനെയൊക്കെയാണ് അത് വരട്ടിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനത് അവർ വന്നപ്പോൾ തന്നെ കുറച്ചൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് നെറ്റിപ്പട്ടം കൊടുത്തതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ ബോൾസ് ഒട്ടിക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഏറ്റവും വലിയ പണി തോന്നുന്നതാണ് ഈ വലിയ ബോൾസ് ഒട്ടിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നല്ല പണിയാണ്. അതെല്ലാ ക്ലോത്തുകളും ഒരുപോലെ കട്ട് ചെയ്ത് അതെല്ലാം ഒട്ടിച്ച് അതിന് മുകളിൽ വലിയ വലിയ ബോൾസുകളും സാധനങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല പണി തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് ബോൾ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് അവർ കൊണ്ടുവന്നപ്പോൾ ഞാനത് വേഗം അതൊക്കെ വെച്ച് കൊടുത്ത് അച്ഛനും അമ്മയും പോയിട്ടോ. പോകുന്ന സമയത്ത് കല്യാണി സ്കൂൾ വിട്ട് വന്നിട്ട് എൻ്റെ ഒക്കെ തന്നെ കയറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ അത് അവിടെ കിടന്ന് കാണുന്നുണ്ട് കേട്ടോ. അമ്മ കല്യാണിനെ മാത്രം എടുത്തുകൊണ്ട് നടക്കുന്നതെന്നൊക്കെ കണ്ണൻ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് നേരം അവനെ എടുത്തുകൊണ്ടൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുശുമ്പൊക്കെ ഉണ്ട്. കല്യാണി അത് പ്രകടിപ്പിക്കില്ല, കണ്ണനാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രകടിപ്പിക്കും. അത്രയേ ഉള്ളൂ. കല്യാണി വല്ലപ്പോഴൊക്കെ പ്രകടിപ്പിക്കുള്ളൂ. പിന്നെ അവൾക്ക് അറിയാം കണ്ണൻ ചേട്ടന് വയ്യാത്തത് കൊണ്ടാണ് അവനെ മാത്രം അമ്മ എപ്പോഴും എടുത്തുകൊണ്ട് നടക്കുന്നതെന്നും ഭക്ഷണം കൊടുക്കുന്നതെന്നും ഒക്കെ അവൾക്ക് അറിയാം. പക്ഷെ ചില നേരത്തെ അവളും അതൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ അടച്ചിലുകളൊക്കെ